ഹായ് ഫ്രണ്ട്സ്, കോഴിക്കോടൻ ഗെയിമർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്ന വീഡിയോ പഴയ ഗ്രാഫിക്സ് കാർഡ് മാറ്റി പുതിയ ഗ്രാഫിക്സ് കാർഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അസ്യൂസിൻ്റെ ഒരു പഴയ RTS 960 ഗ്രാഫിക്സ് കാർഡായിരുന്നു. ഞാനിപ്പോൾ അത് മാറ്റിയിട്ട് സോട്ടാക്കിൻ്റെ 4060 RTX ഗ്രാഫിക്സ് കാർഡിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതിനു വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് വേണ്ട രണ്ട് സോഫ്റ്റ്വെയർ അതിനുവേണ്ടി ആദ്യം ഡൗൺലോഡ് ചെയ്യണം. ബ്രൗസർ തുറന്ന് DDU ഡിസ്പ്ലേ ഡ്രൈവർ അൺഇൻസ്റ്റാൾ എന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. DDU സെർച്ച് ചെയ്താൽ അത് വരും. അതിൻ്റെ പേജ് ഇതാണ് വന്നിരിക്കുന്നത്. വാഗഡ് സോഫ്റ്റിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിൽ താഴെ സ്ക്രോൾ ചെയ്താൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആണ്. അപ്പോൾ അത് ഞെക്കിയിട്ട് അതിൽ താഴെ ഡൗൺലോഡ് DDU ഇൻസ്റ്റാളർ, ആ ഡൗൺലോഡ് DDU ഇൻസ്റ്റാൾ എന്ന ഫയൽ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് രണ്ടാമത് വേണ്ടത് പുതിയ ഗ്രാഫിക്സ് കാർഡ്. അതായത് എൻ്റെ കയ്യിൽ ഇപ്പോൾ NVIDIA ആണ്. അപ്പോൾ NVIDIAൻ്റെ RTX 4060 ആണ് പുതിയ വാങ്ങിയ ഗ്രാഫിക്സ് കാർഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രൈവറാണ്. അപ്പോൾ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പകരം NVIDIA എക്സ്പീരിയൻസ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ NVIDIA ഡൗൺലോഡ് GeForce എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നമുക്ക് NVIDIAൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ GeForce എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ എന്താ ഡൗൺലോഡ് ചെയ്യുന്നത്? മറ്റേ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അതായത് ഗ്രാഫിക്സ് കാർഡിൻ്റെ ഡ്രൈവർ എന്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഞാൻ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഈസി. ഇനി ചെയ്യേണ്ടത് നമ്മൾ കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് റീസ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ റീസ്റ്റാർട്ട് കൊടുക്കുമ്പോൾ അത് കമ്പ്യൂട്ടർ സേഫ് മോഡിലേക്ക് ബൂട്ടാവും. അതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ വരും. ഈ ഓപ്ഷനിൽ ട്രബിൾ ഷൂട്ട് എന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ സ്റ്റാർട്ടപ്പ് സെറ്റിങ്സ്, അപ്പോൾ എന്നിട്ട് റീസ്റ്റാർട്ട് കൊടുക്കുക. റീസ്റ്റാർട്ട് വരുമ്പോൾ ഇങ്ങനെ ഇത് വരും. ഇതിൽ നമ്പർ കീ 4 നിൽക്കുക, എനേബിൾ സേഫ് മോഡ്. അപ്പോൾ നമ്പർ കീ 4 കീബോർഡിൽ പ്രസ് ചെയ്യുക. അപ്പോൾ അത് സിസ്റ്റം സേഫ് മോഡിൽ വന്നിരിക്കുന്നു. ഇനി സേഫ് മോഡിൽ വന്ന ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്യിച്ചില്ലേ ആ ഫയൽ എടുക്കുക. അതായത് DDU എന്ന് പറഞ്ഞ ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യിച്ചാൽ ആ DDU എന്ന് പറഞ്ഞ ഫയൽ ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് റൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ അതിൽ സെലക്ട് ഡിവൈസ് ടൈപ്പിൽ GPU സെലക്ട് ചെയ്യാം. പിന്നെ എൻ്റെ ഗ്രാഫിക്സ് കാർഡ് NVIDIA ആയതുകൊണ്ട് NVIDIA വന്നു. നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് AMDൻ്റെ പ്രോസർ ആണെങ്കിൽ അവിടെ AMD സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്ലീൻ ആൻഡ് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഓപ്ഷൻ അത് പ്രസ് ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് എടുത്ത് അതിനുള്ള സമയം എടുക്കും. അത് ചെയ്ത ശേഷം ഷട്ട് ഡൗൺ ആവും. ഇനി നമ്മൾ ഞാൻ എൻ്റെ CPU എടുത്തു, അതിൽ വയർസ് എല്ലാം എടുത്തു. ഇനിയിപ്പോൾ അതിൽ പഴയ നമ്മളെ ആ ഗ്രാഫിക്സ് കാർഡ് റിമൂവ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫിക്സ് കാർഡിൻ്റെ ആ സ്ക്രൂ കൂട്ടി കഴിഞ്ഞിട്ട് പവർ കേബിളും ഡിസ്കണക്ട് ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ താഴെ ഒരു നമ്മുടെ PCI എക്സ്പ്രസ് റോട്ടിൽ ഒരു പ്രസ് ചെയ്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു എന്താ പറയുക ക്ലിപ്പ് ഉണ്ടാവും. ക്ലിപ്പ് പ്രസ് ചെയ്തിട്ട് ഗ്രാഫിക്സ് കാർഡ് കൊണ്ട് പുറത്തെടുക്കാൻ കഴിയും. അതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഗ്രാഫിക്സ് കാർഡ്, ഇതാണ് എൻ്റെ പുതിയ ഗ്രാഫിക്സ് കാർഡ്. അപ്പോൾ അതിൻ്റെ ആ പ്രൊട്ടക്ഷനൊക്കെ മാറ്റിയിട്ട് പ്ലാസ്റ്റിക്കിന് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അത് മാറ്റി കഴിഞ്ഞിട്ട് ആ ഗ്രാഫിക്സ് കാർഡ് നേരെ PCI എക്സ്പ്രസ് റോട്ടിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. നേരെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ആ ക്ലിപ്പ് കൊടുക്കും. ജസ്റ്റ് ജെൻറ്റലായിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. നേരെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ അതിൻ്റെ ആ ക്ലിപ്പ് അവിടെ കൊടുക്കും. ഇത് കോട്ടെ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എൻ്റെ ഇത് മുമ്പുള്ളത് RTX ഗ്രാഫിക്സ് കാർഡിന് 6 പിൻ പവർ കണക്ടർ ആയിരുന്നു. ഇത് 8 പിൻ പവർ കണക്ടറാണ് വരുന്നത്. അപ്പോൾ 8 പിൻ ആദ്യം 2 പിന്നും പിന്നെ 6 പിന്നും അത് ഒന്നിച്ച് ആക്കിയിട്ട് കുത്താം, അല്ലെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും കുത്താം. ഞാൻ ഈസി ആയിട്ടുള്ള മെത്തേഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ആ പവർ കണക്ടർ കൊടുക്കുന്നത്. നമ്മൾ SMBS എന്ന് വരുന്ന ആ പവർ കണക്ടർ കൊടുക്കുക. ഇനി സിസ്റ്റം സാധാരണ പോലെ നമ്മൾ സ്ക്രൂസറിനായിട്ട് വയറെല്ലാം കണക്ട് ചെയ്തു. സിസ്റ്റം ഞാൻ ബൂട്ട് ചെയ്തു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്യിച്ചില്ലേ GeForce എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയർ എടുക്കുക. ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഇപ്പോൾ NVIDIAൻ്റെ സൈറ്റിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ സോട്ടാക്കിൽ നിന്നാണ് വാങ്ങിയത്, സോട്ടാക്കിൻ്റെ സൈറ്റിലോ കയറിയിട്ട് ഈ ഗ്രാഫിക്സ് കാർഡിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ മോഡലൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ ആ പർട്ടിക്കുലർ മോഡൽ സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യണം. ഈ GeForce എക്സ്പീരിയൻസ് എന്ന സോഫ്റ്റ്വെയർ ആകുമ്പോൾ അതെല്ലാം ആ സോഫ്റ്റ്വെയർ എന്ത് ചെയ്തോളും, നമുക്ക് പണി കുറവാണ്. അതാണ് ഞാൻ ഈ സോഫ്റ്റ്വെയർ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് NVIDIAൻ്റെ തന്നെയാണ്. NVIDIAയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഈ നമുക്ക് സോഫ്റ്റ്വെയർ ലഭിക്കുന്നതാണ്.
അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ലോഗിൻ ചെയ്യും ചോദിക്കും. അപ്പോൾ ലോഗിൻ ഐഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ വിൻഡോ വരും. ഞാൻ ടേക്ക് എ ടൂറായി പോയി പ്രസ് ചെയ്ത്. അപ്പം അതിൻ്റെ ഒരു സമയം കാണിക്കും, അവിടെ എന്തൊക്കെയാണുള്ളതെന്നുള്ളത്. അതിൻ്റെ മെനുവിൽ എന്തൊക്കെ വരുന്നു എന്നുള്ളത് ഇങ്ങനെ കാണിക്കും. ഇതിലിപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ഗെയിംസൊക്കെ വന്നിട്ടുണ്ട് ഒപ്റ്റൈസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഡ്രൈവേഴ്സ് എന്നുള്ള ടാബ് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡ്രൈവർ വരും. അപ്പോൾ ഇത് ഓൾറെഡി ഡൗൺലോഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ജിഫോഴ്സിൻ്റെ ഈ പുതിയ എൻ്റെ ഗ്രാഫിക്സ് കാർഡിൻ്റെ ഡ്രൈവർ. RTX 4060 ഗ്രാഫിക്സ് കാർഡിൻ്റെ ഡ്രൈവറാണ്. അപ്പോൾ ആ ഡ്രൈവർ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൽ കസ്റ്റം ഇൻസ്റ്റലേഷൻ കൊടുക്കുക. സ്പെസിഫിക് ഇൻസ്റ്റലേഷൻ കൊടുത്താലും മതി, പക്ഷേ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഇതായതുകൊണ്ട് കസ്റ്റം ഇൻസ്റ്റലേഷൻ കൊടുക്കുന്നത്. കസ്റ്റം ഇൻസ്റ്റലേഷൻ കൊടുത്തിട്ട് അതിൽ നമ്മൾ ക്ലീൻ ഇൻസ്റ്റലേഷൻ്റെ ആവശ്യമില്ല, പക്ഷേ എന്നാലും ഒരു പുതിയ ഇത് ചെയ്യില്ല. ഞാൻ DD വെച്ച് ക്ലീൻ ചെയ്തതാണ്. എന്നാലും ഒരു ഇതിന് വേണ്ടിയിട്ട് താഴെ ക്ലീൻ ഇൻസ്റ്റലേഷൻ്റെ ടിക്കറ്റിട്ട് ഇൻസ്റ്റലേഷൻ കൊടുത്തു. ഇപ്പോൾ എൻ്റെ ഗ്രാഫിക്സ് ഡ്രൈവർ എല്ലാം ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ മേലത്തെ ചെക്ക് ബോക്സിനോ എല്ലാം ടിക്ക് ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾ AMDൻ്റെ ഡ്രൈവറാണ്, നിങ്ങൾ AMDൻ്റെ ഗ്രാഫിക്സ് കാർഡാണ് പുതിയത് വാങ്ങിയതെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യേണ്ടത് NVIDIAൻ്റെ അല്ല, AMDൻ്റെ ഡ്രൈവറാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഞാനിത് NVIDIAൻ്റെ ആയതുകൊണ്ടാണ് NVIDIAൻ്റെ കാര്യം മാത്രം പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. മോർ വീഡിയോസ് ഇടുന്നതാണ്.